നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇന്ന് ഈ എപ്പിസോഡ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ഒരു വൈതരണി നദിയുണ്ട്, അതിനെപ്പറ്റിയാണ്. വൈതരണി നദി നിങ്ങൾ കേട്ട് കാണാൻ സാധ്യത കുറവാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറയാം. അതായത് നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞ ആളുകളുടെ ആത്മാക്കൾ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈതരണി നദി കടന്നു വേണം പിന്നെ ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇത് പിന്നെ എൻ്റെ 182ാമത്തെ എപ്പിസോഡും കൂടാണ്. അപ്പം ആദ്യമായിട്ട് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് വൈതരണി നദി എന്ന് പറയുന്നത് ഭൂമിക്കും നരകത്തിനും ഇടയിലുള്ളൊരു നദിയാണെന്ന് ഞാൻ പറഞ്ഞത്. നരകവും സ്വർഗവും ഏതാണെന്ന് വെച്ചാൽ ഈ പിന്നെ വൈതരണി നദി കടന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പാപികളായിട്ടുള്ള മനുഷ്യർക്ക് ആ നദി രക്തം കൊണ്ടുള്ളതാണെന്ന് തോന്നും. ശരിക്കും അത് അമൃത് പോലുള്ള ജലങ്ങൾ കൊണ്ട് നിറഞ്ഞാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഗരുഡപുരാണം അനുസരിച്ച് അതിന് 100 യോജന വലിപ്പമുള്ള ആണെന്നും പറയുന്നുണ്ട് വൈതരണി നദിക്ക് 100 യോജന. അപ്പം ദേവീ ഭാഗവതം അനുസരിച്ചാണെങ്കിൽ വൈതരണി നദി എന്ന് പറയുന്നത് പാപികളെ ഭയപ്പെടുത്തുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ രാമായണം അനുസരിച്ച് രാവണൻ വൈതരണി നദി പുഷ്പക വിമാനത്തിൽ കയറി കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ പുരാണങ്ങളും ഈ വൈതരണി നദിയെ പറ്റി പറയുന്നുണ്ട്. ഇനി മഹാഭാരതം അനുസരിച്ച് വൈതരണി നദി എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും നശിപ്പിക്കാൻ പോരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ നദിയിൽ രക്തവും മറ്റു മാലിന്യങ്ങളെ വസ്തുക്കളും കൊണ്ട് നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. അതായത് ഈ വൈതരണി നദി നമ്മൾ കടന്നാൽ അപ്പം ഈ ആത്മാക്കൾക്കൊരു ബോട്ട് അല്ലെങ്കിൽ ഒരു ആത്മാവെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണല്ലോ ഈ പോകുന്നത്. എങ്ങനെ കൂട്ടത്തിൽ ഒരുമിച്ച് മരിച്ചാലും പോകുന്നതെല്ലാം പ്രത്യേകം. അപ്പോൾ അവർക്കൊരു ബോട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ വള്ളം പോലുള്ളൊരു ഇത് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആത്മാവ് തന്നെ വേണം ആ വൈതരണി നദി കടക്കാൻ. ഇനി സിഖ് പുരാണം അനുസരിച്ചാണെങ്കിൽ വൈതരണി നദി എന്ന് പറയുന്നത് ഗുരുമുഖി എന്നാണ് അവർ സിഖ് മതത്തിൽ പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞ് യമരാജാവിൻ്റെ കോടതിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ നദി എന്നാണ് പറയുന്നത്. ഈ നദിയിൽ മുതലകളും മാംസം തിന്നുന്ന പക്ഷികളും ഭീകരങ്ങളായ മൃഗങ്ങളും ഉണ്ടെന്നാണ് സിഖ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ നദി പാപികൾക്കായിട്ട് മാത്രം ഒരുക്കിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പാപികൾക്കായിട്ട് മാത്രമാണ്. കാരണം അതിന് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പാപികൾ ആ നദി പിന്നെ അങ്ങ് ആ നദിയിൽ അങ്ങ് അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിഖ് പുരാണങ്ങൾ പറയുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്തവർക്ക് ഈ നദി കടക്കാൻ ഒരു ചങ്ങാടം അല്ലെങ്കിൽ ബോട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബോട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഈ ബോട്ടിൽ യാത്ര ചെയ്താൽ നിങ്ങളുടെ ആത്മാവ് മാത്രമേ കാണുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ആ ബോട്ടിനകത്ത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, നമ്മുടെ ആത്മാവ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ പാപികൾ അവിടെ കടക്കാൻ കഴിയാതെ നദിയിൽ വെച്ച് നരകത്തിയിൽ വറുത്ത് എടുക്കപ്പെടുമെന്നാണ് സിഖ് പുരാണത്തിൽ പറയുന്നത്. ഇനി ഹിന്ദു മിത്തോളജി അനുസരിച്ച് വൈതരണി നദി കടക്കുന്നവർക്ക് മാത്രമേ മോക്ഷവും മറ്റും കിട്ടുകയുള്ളൂ. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവർ, ഈ ചില ആളുകളുണ്ടല്ലോ പണത്തിന് വേണ്ടി ആർത്തി പിടിച്ചു നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു പൈസ ആർക്കും കൊടുക്കാതെ പണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവരെ അർത്ഥപരന്മാരെന്ന് വേറെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അർത്ഥപരന്മാരെന്നാണ് പറയുന്നത്. അവരും മറ്റുള്ളവരെ സഹായിക്കാൻ മടി കാണിക്കുന്ന സ്വാർത്ഥരും ഈ നദിയിൽ വീണ് നശിക്കുമെന്നാണ് ഹിന്ദു മിത്തോളജിയിൽ പറയുന്നത്. വീണ്ടും പുനർജന്മത്തിനായി അവർ ഭൂമിയിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ മരിക്കുന്നവർ ആ ഭൂമിയിലേക്ക് വരണം. വൈതരണി നദി മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഭൂമിയിൽ വന്ന് ജന്മം എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞൊരു 40 ദിവസം വരെ ആത്മാക്കൾ ഭൂമിയിലും സ്വർഗത്തിലും പ്രവേശിക്കാൻ വേണ്ടി അലയുമെന്നാണ് ബുദ്ധമതത്തിലും പറയുന്നത്. 40 ദിവസം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകുന്നില്ല. 40 ദിവസം ഭൂമിയിലും അതുപോലെ സ്വർഗത്തിലോട്ടും പ്രവേശിക്കാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കുമെന്നാണ് പറയുന്നത്. ഇനി ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ പരമാത്മാവായ എന്നിൽ ലയിക്കണം എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പരമാത്മാവായ എന്നിൽ ലയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പുനർജന്മം ഇല്ലെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീ പരമേശ്വരനും ഭഗവാൻ ശ്രീകൃഷ്ണനും രണ്ടുപേർക്കും നമുക്ക് മോക്ഷം സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ മരണസമയത്ത് നമ്മൾ ഓം നമോ നാരായണ എന്നോ ഓം നമോ പരമേശ്വരായ നമഃ എന്നോ എങ്ങനെ പറഞ്ഞാലും മതി. എന്നാലും കൂടുതലും പറയുന്നത് പരമേശ്വരൻ്റെ പേരല്ല, ശരിക്കും ഓം നമോ നാരായണ എന്ന് വേണം പറയാനെന്നാണ് എല്ലാ പുരാണങ്ങളിലും ചതുസ്സങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. പരമേശ്വരനും
പിന്നെ ശ്രീകൃഷ്ണനും ഒരേ ഇതേ ഉള്ളെങ്കിലും എപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്വർഗം കിട്ടണമെങ്കിൽ മോക്ഷം കിട്ടും, എന്നാലും സ്വർഗം കിട്ടണമെങ്കിൽ ഓം നമോ നാരായണ എന്ന് പറയണമെന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നൊരു കാര്യങ്ങളാണ്. കാരണം ഈ ലോകത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനി അടുത്ത ലോകത്തേക്ക് പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ. പക്ഷേ നമുക്ക് ഈ ഇതിനെപ്പറ്റിയൊക്കെ കുറേ കൊച്ചുനാൾ മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.